entity, ENTITY, entity. What do you mean entity? നമ്മൾ എൻറ്റിറ്റിയുടെ ഒരു അർത്ഥം നമ്മൾ മലയാള അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനം എന്നുള്ള അർത്ഥത്തില്, അല്ലെങ്കിൽ ഒരു പ്രത്യേക നിലനിൽപ്പുള്ളത് എന്നുള്ള അർത്ഥത്തില്. അപ്പൊ നമുക്ക് ഒറ്റ വാക്കിൽ അതിന്റെ മീനിങ് പറഞ്ഞു കഴിഞ്ഞാൽ റിയാലിറ്റി ദാറ്റ് ഹാസ് ഡെഫിനിറ്റ് ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ്. ഇതാണ് എന്തിന്റെ മീനിങ്? ഈ പറഞ്ഞ നമ്മൾ എൻറ്റിറ്റിയുടെ മീനിങ്. ഓക്കെ, അപ്പൊ എൻറ്റിറ്റിയുടെ മീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിയാലിറ്റി ദാറ്റ് ഹാസ് ഡെഫിനിറ്റ് ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ്. ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിനെ പോലെ, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ പോലെ, ഒരു പേഴ്സണെ പോലെ പ്രത്യേക നിലനിൽപ്പുള്ള ഒരു സ്ഥാപനം എന്ന അർത്ഥമാണ് എൻറ്റിറ്റി. നമ്മൾ നേരത്തെ തന്നെ കമ്പനിയുടെ മീനിങ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട് എ കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് നമ്മൾ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കമ്പനി ഏതിന് തുല്യമാണ്? ഒരു പേഴ്സണ് തുല്യമാണ്. പക്ഷെ അത് ആർട്ടിഫിഷ്യൽ ആണെന്നേ ഉള്ളൂ, അല്ലയോ? അതായത് ആർട്ടിഫിഷ്യലാക്കി ഉണ്ടാക്കിയ ഒരു വ്യക്തിയുടെ എല്ലാ പ്രത്യേകതകളും ഉള്ള, അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള ഒരു വ്യക്തിക്ക് ഏതിനകത്തെല്ലാം ഇടപെടാൻ പറ്റുമോ അതുപോലെയുള്ള എല്ലാ ഫീച്ചേഴ്സും ഉള്ളതാണ് കമ്പനി. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഒരു വ്യക്തിക്ക് എന്തെല്ലാം തരത്തിലുള്ള പ്രത്യേകതകൾ നമ്മുടെ നിയമത്തിനകത്തുണ്ടോ അതെല്ലാം കമ്പനിക്ക് ബാധകമാണ്. ആ ഒരു അർത്ഥത്തിൽ പറയുന്നതാണ് എൻറ്റിറ്റി. നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ റിയാലിറ്റി ആണ്, യാഥാർത്ഥ്യമാണ്. എന്ന് വെച്ചാൽ ഒരു വ്യക്തിയെ പോലെ തന്നെ റിയാലിറ്റി ദാറ്റ് ഹാസ് ഡെഫിനിറ്റ് ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ്. അതിനൊരു പ്രത്യേക നിലനിൽപ്പുണ്ട്. ഒരു വ്യക്തിയെ പോലെ തന്നെ ഒരു പ്രത്യേക നിലനിൽപ്പുള്ളത്. ആ അർത്ഥത്തിലാണ് ഏതെന്ന് പറയുന്നത്? എൻറ്റിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയോ എൻറ്റിറ്റി എന്താന്നുള്ളത്? ഈ എൻറ്റിറ്റിയില് ഇനി നമുക്ക് മറ്റൊരു പ്രത്യേകത പറയാനുള്ളത്, നമ്മൾ സാധാരണ പറയും സെപ്പറേറ്റ് എൻറ്റിറ്റി എന്ന് പറയുന്നത് പോലെ തന്നെ അതിന് പകരം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അക്കൗണ്ടിങ് എൻറ്റിറ്റി, അല്ലയോ? നമ്മൾ സെപ്പറേറ്റ് എൻറ്റിറ്റി എന്ന് പറയും, അല്ലെങ്കിൽ അക്കൗണ്ടിങ് എൻറ്റിറ്റി എന്ന് പറയും. എപ്പോഴാണ് ഒരു എൻറ്റിറ്റിക്ക് അക്കൗണ്ടിങ് എൻറ്റിറ്റി എന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ, എൻറ്റിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു വ്യക്തിയെ പോലെ തന്നെ നിലനിൽപ്പുള്ള ഒരു സ്ഥാപനത്തിനെയാണ് നമ്മൾ എൻറ്റിറ്റി എന്ന് പറയുന്നത്. ഈ എൻറ്റിറ്റിയിൽ ഒരു അക്കൗണ്ടിങ് യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അക്കൗണ്ടിങ് യൂസ്ഡ് ആസ് എ ഡിവൈസ്, അക്കൗണ്ടിങ് ഒരു ഡിവൈസ് ആയിട്ട് എൻറ്റിറ്റിയിൽ ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുന്നത്? അക്കൗണ്ടിങ് എൻറ്റിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മുടെ എല്ലാ സ്ഥാപനത്തിലും ഏത് ഓർഗനൈസേഷൻ എടുത്തു നോക്കിയാലും നമുക്ക് അവിടെ അക്കൗണ്ടിങ് ഉപയോഗിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ഥാപനങ്ങളെ എങ്ങനെയും വിളിക്കാം? അക്കൗണ്ടിങ് എൻറ്റിറ്റി എന്ന് വിളിക്കാം. അപ്പൊ എന്തുകൊണ്ട് അക്കൗണ്ടിങ് എൻറ്റിറ്റി എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ, അക്കൗണ്ടിങ് ഈസ് യൂസ്ഡ് ആസ് എ ഡിവൈസ് ഇൻ എവരി ബിസിനസ്. എല്ലാ ബിസിനസ്സിലും, എല്ലാ കൺസേണിലും, എല്ലാ ഓർഗനൈസേഷനിലും അക്കൗണ്ടിങ് ഒരു ഡിവൈസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ അവിടുത്തെ പ്രോഗ്രസ് അറിയാൻ വേണ്ടി, അവിടുത്തെ പ്രോഫിറ്റ് അറിയാൻ വേണ്ടി, സർപ്ലസ് അറിയാൻ വേണ്ടി, അങ്ങനെ, അല്ലെങ്കിൽ അസറ്റ് എത്ര ഉണ്ട്, ലൈബിലിറ്റി എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ അക്കൗണ്ടിങ് ഒരു ഡിവൈസ് ആയിട്ട് എല്ലാ കൺസേണിലും, എല്ലാ ബിസിനസ് സ്ഥാപനത്തിലും നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് എൻറ്റിറ്റി, സെപ്പറേറ്റ് എൻറ്റിറ്റി എന്ന് പറയുന്നത് പോലെ തന്നെ അതിന് പകരം ഉപയോഗിക്കാവുന്ന ഒരു വാക്കാണ് അക്കൗണ്ടിങ് എൻറ്റിറ്റി. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പൊ അക്കൗണ്ടിങ് എൻറ്റിറ്റി എന്ന് വിളിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾ ഒന്നുകൂടി വ്യക്തമായി മനസ്സിലാക്കുക. അക്കൗണ്ടിങ് ഈസ് യൂസ്ഡ് ആസ് എ ഡിവൈസ് ഇൻ ഈച്ച് ആൻഡ് എവരി കൺസേൺ. ഓക്കെ, സോ ദ എൻറ്റിറ്റി ഈസ് കാൾഡ് അക്കൗണ്ടിങ് എൻറ്റിറ്റി. അപ്പൊ ക്ലിയർ ആയല്ലോ? അപ്പൊ എൻറ്റിറ്റി എന്ന് പറഞ്ഞാല് മനുഷ്യനെ പോലെ, ഒരു വ്യക്തിയെ പോലെ സെപ്പറേറ്റ് നിലനിൽപ്പുള്ള, നിയമം അനുശാസിക്കുന്ന എല്ലാ കാര്യങ്ങളും അവർക്കും ബാധകമാണുള്ളത് കൊണ്ട് അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? സെപ്പറേറ്റ് എൻറ്റിറ്റി എന്ന് വിളിക്കുന്നു. ഇത് തന്നെയാണ് സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. സ്പെസിഫിക്കലി ഐഡന്റിഫയബിൾ ബിസിനസ് എന്റർപ്രൈസ് എന്ന് പറയുന്നത് ഏത് ഫീച്ചേഴ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും. എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ്? സ്പെസിഫിക്കലി ഐഡന്റിഫയബിൾ ബിസിനസ് എന്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അല്ലെങ്കിൽ എന്ത് പ്രത്യേകതയാണ്, എന്ത് ഫീച്ചേഴ്സിനെയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? എന്തിനായിരിക്കും? അതാണ് എൻറ്റിറ്റി. അപ്പൊ എൻറ്റിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു 3-4 ക്വസ്റ്റ്യൻ തന്നെ വരാം. ഓക്കെ, അതിൽ ഒരു ക്വസ്റ്റ്യനാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. എന്താണ് ആ ക്വസ്റ്റ്യൻ? ഓർത്തിരിക്കണം. കാരണം ഇതെല്ലാം നേരത്തെ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ്. സ്പെസിഫിക്കലി ഐഡന്റിഫയബിൾ ബിസിനസ് എന്റർപ്രൈസ് എന്ന് പറയുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്തിനെയാണ്? എൻറ്റിറ്റിയാണ്. ഇനി കമ്പനി ഈസ് എ ആർട്ടിഫിഷ്യൽ പേഴ്സൺ
എന്ന് പറയുന്നത് ഈ പറയുന്നതിൽ താഴെ പറയുന്നതിൽ ഏതിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് എന്ത് പറയാം? എൻറ്റിറ്റി എന്ന് പറയാം. കാരണം എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡിവിജ്വലി ഐഡന്റിഫയബിൾ ആണ്, സെപ്പറേറ്റ് എടുത്തു പറയാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിൽ പറയുന്നത് അനുസരിച്ച് കമ്പനി, ബാങ്ക്, ഇതെല്ലാം അങ്ങനെയുള്ള എല്ലാ സ്ഥാപനങ്ങളെയും നമ്മളൊരു വ്യക്തിയെ പോലെയാണ് കണക്കാക്കുന്നത്. അതായത് നമ്മൾ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടിലാണ് അതിനെയെല്ലാം ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതെല്ലാം പറയുന്നത് ഈ എൻറ്റിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റിലൂടെയാണ്. അതായത് പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് കമ്പനി, ബാങ്ക് പോലെയുള്ള സ്ഥാപനങ്ങളെ കൂടെ കൊണ്ടുവരുന്നത് അവരെല്ലാം ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണെന്ന് പറഞ്ഞു വെക്കുന്നത് കൊണ്ടാണ് ആ ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറയുന്നത് തന്നെയാണ് നമ്മൾ ഏതിൽ പറയുന്നത്? ഈ സെപ്പറേറ്റ് എൻറ്റിറ്റി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ് അതിനുണ്ട്, അതൊരു വ്യക്തിക്ക് തുല്യമാണ് അല്ലെങ്കിൽ ഒരാളിന് തുല്യമാണ് എന്ന് പറയുന്നതാണ് എൻറ്റിറ്റി. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാപിറ്റല് എന്തായിട്ട് വരുന്നത്? ഒരു ലയബിലിറ്റി ആയിട്ട് ബിസിനസിനെ കാണിക്കുന്നത്. കാരണം ഓണർ എന്താണ്? ബിസിനസ്സുമായിട്ട് സെപ്പറേറ്റ് ആണ്. ഓണർ കൊണ്ടുവരുന്ന ക്യാപിറ്റല് ബിസിനസിനെ സംബന്ധിച്ചത് ലയബിലിറ്റി ആണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ ഈ സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റിൽ ഇനി നമ്മൾ വ്യക്തമായി നിങ്ങൾക്ക് എന്താണ് ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് നമുക്ക് പഠിപ്പിക്കാനുണ്ട്. അതിന് നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള കോൺസെപ്റ്റുകളും ഉണ്ട്. ആ കോൺസെപ്റ്റുകളെല്ലാം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. അതിനകത്ത് ഒരു കോൺസെപ്റ്റ് ആണ് സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. അത് തന്നെയാണ് ഇവിടെ പറയുന്ന എൻറ്റിറ്റി. അതായത് അപ്പൊ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സെപ്പറേറ്റ് എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാം, ക്യാപിറ്റൽ ഈസ് ട്രീറ്റഡ് ആസ് എ ലൈബിലിറ്റി. ക്യാപിറ്റലിനെ ലൈബിലിറ്റി ടു എ ബിസിനസ് എന്ന് തന്നെ പറയണം. ബിസിനസിനെ സംബന്ധിച്ച് ക്യാപിറ്റല് ലൈബിലിറ്റി ആയിട്ട് കാണിക്കുന്നത് ഈ എൻറ്റിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉള്ളത് കൊണ്ടാണ്. മനസ്സിലായോ? അതായത് ബിസിനസ് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് വ്യക്തി, ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ ഓണർ എന്ന് പറയുന്നത് മറ്റൊരു വ്യക്തി. ആ ഓണർ എന്ന് പറയുന്ന വ്യക്തി ക്യാപിറ്റല് ആർക്ക് കൊടുത്തു? ബിസിനസ് എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മറ്റൊരു വ്യക്തിക്ക് കൊടുത്തു. അപ്പൊ അവിടെ ആ വ്യക്തി മറ്റൊരു നിലനിൽപ്പുള്ള ഒരു പ്രത്യേക സ്ഥാപനമാണ്, ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ക്യാപിറ്റല് ലൈബിലിറ്റി ആയിട്ട് ആർക്ക് വരുന്നത്? ബിസിനസ്സിന് വരുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പം ഇതാണ് എൻറ്റിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്.